ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോൾവ് ഇറ്റ്. കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് 2019 നടന്ന സീനിയർ സൂപ്രണ്ടിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ട് ഓഫീസറിൻ്റെ എക്സാമിൻ്റെ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പാർട്ട് 1 നമ്മൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതാണ്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഇതിൽ നമ്മൾ 21 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. വിച്ച് വൺ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ ഫ്രൂട്ട്? മൾട്ടിപ്പിൾ ഫ്രൂട്ടിനുള്ള എക്സാമ്പിളാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മൾട്ടിപ്പിൾ ഫ്രൂട്ടിനുള്ള എക്സാമ്പിളാണ് പൈനാപ്പിൾ. ഓക്കെ, ഈ പൈനാപ്പിൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എങ്ങനെയാണ് പൈനാപ്പിൾ മൾട്ടി ഫ്രൂട്ട് ആകുന്നതെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ ഫ്രൂട്ടിൻ്റെ മലയാളമാണ് സംയുക്ത ഫലം. അപ്പോൾ എന്താണ് സംയുക്ത ഫലം എന്നുള്ളത്? എന്താണ്? ഒരു പൂങ്കുലയാകെ ഒരു ഫലമായി തോന്നുന്ന രീതിയിൽ മാറുന്ന ഫലങ്ങളാണ് എന്ത്? സംയുക്ത ഫലങ്ങൾ. അപ്പോൾ ഇതിന് അതായത് ഈ മൾട്ടിപ്പിൾ ഫ്രൂട്ടിനുള്ള വേറെ എക്സാമ്പിൾ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ അതിന് ആൻസറുള്ള ഏതാണ്? മൾബറി ചക്ക. മൾബറി ചക്ക എന്താണ്? സംയുക്ത ഫലം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ടിനുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗൻ യൂറിയ? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ യൂറിയ എൻ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി? നമുക്കറിയാം യൂറിയ എന്ന് പറയുന്ന ഒരു എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റാണ്. സോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് അവയവമാണെന്നാണ് ക്വസ്റ്റ്യൻസ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. ലിവറാണ് എന്ത് ചെയ്യുന്നത്? യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി യൂറിയയുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ഫാക്ട്സ് പറയാം. യൂറിയ അറിയപ്പെടുന്നൊരു പേരാണ് കാർബമൈഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? യൂറിയ തന്നെയാണ്. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് ഈ യൂറിയ. അത് തന്നെയാണ് കാർബമൈഡ് എന്നറിയപ്പെടുന്നത്. ഇനി യൂറിയയുടെ കെമിക്കൽ നെയിമാണ് CONH2 ടൈസ്. CONH2 ടൈസ് എന്നുള്ളതാണ് യൂറിയയുടെ കെമിക്കൽ ഫോർമുല. അതേപോലെ യൂറിയ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഫെർട്ടിലൈസേഴ്സ് ആസ് എ സോഴ്സ് ഓഫ് നൈട്രജൻ. നൈട്രജൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് യൂറിയ എന്ത് ചെയ്യുന്നുണ്ട്? ഫെർട്ടിലൈസേഴ്സിന് നമ്മൾ വളമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തൊരു ഫ്രെഡറിക് ഹോളറാണ് എന്ത് ചെയ്യുന്നത്? യൂറിയ ഇനോർഗാനിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഇനോർഗാനിക് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ വാസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ഇലക്ട്രോണിക് കെമിസ്ട്രി. അതായത് യൂറിയ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് 1828 എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രെഡറിക് ഹോളർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂ ഹവേർസിയൻ കനാൽ ക്യാൻ ബി ഫൗണ്ട്? ഓക്കെ, ഹവേർസിയൻ കനാൽ ക്യാൻ ബി സീൻ. അത് കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ബോണിലാണ്. അതിന് നമുക്ക് ജസ്റ്റ് 2 റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ഫാക്റ്റ് നോക്കാം. എന്താണ്? ഒന്ന്, ടിഷ്യൂവിനെ പറ്റി പറയണമെങ്കിൽ 4 ബേസിക് ടൈപ്പ് അനിമൽ ടിഷ്യൂസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കണക്റ്റീവ്, മസിൽ, നെർവസ്, എപ്പിത്തീലിയൽ. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ ആൻഡ് എപ്പിത്തീലിയൽ ടിഷ്യൂസാണ് 4 ഗ്രൂപ്പുകളായിട്ടുള്ള ടിഷ്യൂസ്. അപ്പോൾ കളക്ഷൻ ഓഫ് ടിഷ്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്? ഓർഗനായിട്ട് മാറുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് ടിഷ്യൂസാണ് നമ്മുടെ ശരീരത്തിലെ ഓർഗനായിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് സ്ട്രെനസ് എക്സസൈസ് ദ മസിൽ ഡു നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് ഓക്സിജൻ ടു മീറ്റ് ഇറ്റ്സ് എനർജി നീഡ്സ് ആൻഡ് ഓൾസോ ദർ ഇസ് എൻ അക്യുമുലേഷൻ ഓഫ് എൻ ആസിഡ്. ദിസ് കോസ് മസിൽ ഫാറ്റീഗ് വിച്ച് ഈസ് ദ ആസിഡ്. അതായത് നമ്മൾ വളരെ കഠിനാധ്വാനമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ ജോയിൻസിലും അതേപോലെ ഫോം ചെയ്യുന്ന ഒരു ആസിഡ് ഉണ്ട്. അതാണ് എന്ത്? ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ഫോമിക് ആസിഡാണ് ആൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉറുമ്പുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫോമിക് ആസിഡ്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ഹാവ് ദി സെയിം കെമിക്കൽ ഫോർമുല C6H12O6 ബട്ട് ദ ഫ്രക്ടോസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഗ്ലൂക്കോസ് ഇൻ ഹാവിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്? നമുക്കറിയാം ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും സെയിം എന്താണ്? കെമിക്കൽ ഫോർമുലയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്നത് എന്താണ്? C6H12O6 ആണ്. പക്ഷേ അത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് എന്താണ്? അതിലെ ഗ്രൂപ്പ് വ്യത്യാസമാണ്, അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് എന്താണ്? കീറ്റോണിൻ്റെ വ്യത്യാസമാണ്. കീറ്റോൺ ഗ്രൂപ്പിൻ്റെ വ്യത്യാസത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഡിഫറൻസ് വരുന്നത്. ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് ഗ്രൂപ്പുകളെ പറ്റി പറഞ്ഞുതരാം. ഗ്രൂപ്പുകളെ അധികം ഓർമ്മിക്കേണ്ട അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ OH ആണെങ്കിൽ അതെന്താണ്? ഒരു ആൽക്കഹോളാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് CH3OH മെത്തനോൾ. ഇനി O ഗ്രൂപ്പാണ്, ഫങ്ഷണൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അത് ഈതറാണ്. COOH ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ്. COO ആണെങ്കിൽ എന്താണ്? എസ്റ്റർ. അതുപോലെ COH, C ഡബിൾ ബോണ്ട് O, അതേപോലെ സിംഗിൾ ബോണ്ട് H ആണെങ്കിൽ ആൽഡിഹൈഡ്.
സി ഡബിൾ ബോണ്ട് O ആണെങ്കിൽ കീറ്റോൺ, അതാണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ NH2 ആണെങ്കിൽ അമീൻ. ഓക്കെ, മീഥൈൽ അമീനാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ CONH2 ആണെങ്കിൽ അമൈഡ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പും അതേപോലെ അതിൻ്റെ കാറ്റഗറിയും പഠിച്ചു വെക്കുന്നത് ആവശ്യമാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Usually lime pickle is not stored in aluminum vessels because an acid is present in lime react with aluminum produces a gas. The gas produced is. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ലൈം പിക്കിൾ അതായത് ചെറുനാരങ്ങയുടെ അച്ചാറൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അലൂമിനിയം വെസലായിട്ട് എന്ത് ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് സ്റ്റോർ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഈ അലൂമിനിയം വെസലൊക്കെ ആയിട്ട് പൊതുവേ മെറ്റലുമായിട്ട്, ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ മെറ്റലുമായിട്ട് എന്ത് ചെയ്യും, ഈ ലൈം പിക്കിൾ അതായത് ലൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ആസിഡാണ്. ആസിഡ് മെറ്റലായിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്തിട്ട് ഒരു ഗ്യാസ് ഉണ്ടാവും. അതെല്ലാം എന്താണ്, ഹൈഡ്രജനാണ്. അപ്പോൾ ആ ഗ്യാസ് ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ ഗ്യാസാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് പോയി ഓർമ്മിക്കേണ്ടത് ആസിഡും അതേപോലെ ഈ മെറ്റലും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ഫ്രം ദി ഫോളോയിങ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് ആഡഡ് ഫോർ ഗെറ്റിംഗ് യെല്ലോ കളർ ടു ഫുഡ് മെറ്റീരിയൽ. അതായത് ഫുഡ് മെറ്റീരിയൽസിന് യെല്ലോ കളർ കൊടുക്കാൻ വേണ്ടി ചേർക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് എന്താണ്, ടാർട്രസൈനാണ്. ടാർട്രസൈനാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ ജസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് 2 ഫാക്ട്സ് പറയാം. ഒന്ന്, ഇതാണ് ടാർട്രസൈൻ എന്ന് പറയുന്നത്. ടാർട്രസൈൻ യെല്ലോ ആസോഡൈ ആണ്, അതായത് യെല്ലോ കളർ കിട്ടുന്നതാണ് ടാർട്രസൈൻ. ടാർട്രസൈൻ എങ്ങനെയാണ് കണക്ട് ചെയ്യുക, ടർമറിക് അതായത് മഞ്ഞളുമായിട്ട്, മഞ്ഞ നിറമുള്ളതാണ് ടർമറിക്കുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർട്രസൈൻ എന്നുള്ളത് ഏത് കളറാണെന്ന് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ഇനി ബേസിക്കലായിട്ട് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കുറച്ച് എന്താണ് കളറിങ് സബ്സ്റ്റൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓർമ്മിക്കേണ്ട ഒന്ന് കാർമോസൈൻ. കാർമോസൈൻ എന്താണ്, റെഡ് കളർ കൊടുക്കുന്ന 3 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാർമോസൈൻ, എറിത്രോസൈൻ, പോൻസിയോ. അതേപോലെ യെല്ലോ ആണ് ടാർട്രസൈൻ, സൺസെറ്റ് യെല്ലോ. പിന്നെ ബ്ലൂ കൊടുക്കുന്നതാണ് ഇൻഡിഗോ കാർമൈൻ, ബ്രില്യൻ ബ്ലൂ. ഗ്രീൻ കൊടുക്കുന്നതാണ് ഫാസ്റ്റ് ഗ്രീൻ. അപ്പോൾ ബാക്കിയുള്ളതിൽ ഇതിപ്പോൾ ഓർമ്മിക്കേണ്ടത് ആദ്യത്തെ 3 ഓർമ്മിക്കണം, അതേപോലെ ടാർട്രസൈനും. ബാക്കിയൊക്കെ പേരിലുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓൺ എൻ എക്സാമിനേഷൻ an ophthalmologist prescribed to wear optical having concave lens. What will be the defect of the eye? അതായത് എന്താണ്, കണ്ണ് പരിശോധിച്ച ശേഷം ഒഫ്താൽമോളജിസ്റ്റ് എന്ത് ചെയ്തു, ഒരു കോൺകേവ് ലെൻസുള്ള കണ്ണട വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ കോൺകേവ് ലെൻസുള്ള ഉപയോഗിക്കുന്ന ഏത് രോഗത്തിന് വേണ്ടിയിട്ടാണ്, അത് മയോപ്പിയാണ്. മയോപ്പിയ എന്ന് വെച്ചാൽ എന്താണ്, ഷോർട്ട് സൈറ്റ്നെസ്സിൻ്റെ വേറൊരു പേരാണെന്ത്, മയോപ്പിയ. അപ്പോൾ ഈ ഷോർട്ട്നെസ് സൈറ്റ്നെസ് അല്ല മയോപ്പിയ എന്ന് വെച്ചാൽ എന്താ, അടുത്തുള്ളത് നമുക്ക് കാണാൻ പറ്റും, എന്നാൽ ദൂരമുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതായത് ഷോർട്ട് സൈറ്റേ ഉണ്ടാവും, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 4 രോഗങ്ങൾ എന്താണ്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് അസ്റ്റിഗ്മാറ്റിസം. ആ ഓപ്ഷൻ സിയിലെ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എ കോമൺ വിഷൻ കണ്ടീഷൻ ദാറ്റ് കോസ് എ ബ്ലർഡ് വിഷൻ ഇറ്റ് ഒക്കേഴ്സ് വെൻ ദി കോർണിയ. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ട പോയിന്റ് ഇതാണ്, കോർണിയ ഈസ് ഇറഗുലർലി ഷേപ്ഡ് ഓർ സംടൈംസ് ബിക്കോസ് ഓഫ് ദി കർവേച്ചർ ഓഫ് ദ ലെൻസ് ഇൻസൈഡ് ദി ഐ. അതായത് കോർണിയയുടെ കർവേച്ചറിന് ഇറഗുലർലി ഷേപ്പ് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണിത് അസ്റ്റിഗ്മാറ്റിസം. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, കോർണിയയുടെ ഇറഗുലർ ഷേപ്പ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് എന്ത്, അസ്റ്റിഗ്മാറ്റിസം. അപ്പോൾ കർവേച്ചർ ഓഫ് ലെൻസ് എന്ത് ചെയ്യും, മാറും. അപ്പോൾ അസ്റ്റിഗ്മാറ്റിസം ആണ്, അങ്ങനെ ഓർമ്മിക്കാം. പിന്നെ ഉള്ളത് എന്താണെന്ന്, പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ എന്ന് വെച്ചാൽ ലെൻസ്, അതായത് ആളുകൾ ഏജ് ആവുന്നതോറും എന്ത് ചെയ്യും, ലെൻസിൻ്റെ ആ ഇലാസ്റ്റിസിറ്റിയും നഷ്ടപ്പെട്ടിട്ട് അത് ഹാർഡാവും കണ്ണിലുള്ള ലെൻസിൻ്റെ. അപ്പോൾ മേക്കിംഗ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ഫോർ ദ ഐ ടു ഫോക്കസ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമുക്കറിയാം ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് ലെൻസ് എന്ത് ചെയ്യണം, ഇലാസ്റ്റിക് ആയിരിക്കണം, അത് വികസിക്കുകയും ചെയ്യണം. പക്ഷേ അതെന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ആ കണ്ടീഷനെ പറയുന്നതാണ് പ്രസ്ബയോപ്പിയ. അപ്പോൾ പ്രസ്ബയോപ്പിയ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ബൈ ഫോക്കൽ ഐ ഗ്ലാസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രസ്ബയോപ്പിയ നമ്മൾ മാറ്റുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കെറോസിൻ ലാമ്പ് ദ ഓയിൽ റൈസ് അപ്പ് അലോങ് ദി വിക്ക് ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ. ദിസ് കാപ്പിലറി റൈസ് ഒക്കേഴ്സ് വെൻ. ഓക്കെ, അപ്പോൾ കെറോസിൻ ലാമ്പിൽ എണ്ണ എന്ത് ചെയ്യും, നമുക്കറിയാം മുകളിലോട്ടേക്ക് എന്ത് ചെയ്യും, ഉയർന്നു വരും. അപ്പോൾ അത് ഏത്
എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ദി അഡ്ഹസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദെൻ ദി കോഹസീവ് ഫോഴ്സ്. അപ്പോൾ ഈ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണ് എന്ത്? ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണ് ഈ അഡ്ഹസീവ് ഫോഴ്സ്. അപ്പോൾ ഈ അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഓയിൽ എന്ത് ചെയ്യുന്നത്? റൈസ് ചെയ്ത് മുകളിലോട്ടേക്ക് വരുന്നത്. കോഹസീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷനാണ് കോഹസീവ് ഫോഴ്സ്. അപ്പോൾ അത് ഇവിടെ ഞാൻ ഒരു ചെറിയ ഡയഗ്രായിട്ട് ഒരു അനിമേഷൻ ഇതായിട്ട് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോഹഷൻ എന്ന് പറയുന്നത് ഇതാണ്, ആ നീലയാണ്, അതായത് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾ. അഡ്ഹഷൻ എന്ന് പറയുന്നത് അത് ഡിഫറെൻറ്റ് ടൈപ്പാണ്, ഒന്ന് നീല പച്ചയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതാണ് അഡ്ഹഷൻ ആൻഡ് കോഹഷൻ. അപ്പോൾ അത് ഓർമ്മിക്കുക. 30ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ സ്മോൾ ടു മോഡറേറ്റ് earthquake occurs, certain sound waves are produced. Even though certain animals respond to it, we can't hear it. This is because in this, അതായത് ഈ earthquake ഉണ്ടാകുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ചിലതരം ആനിമൽസിനെ എന്ത് ചെയ്യും? അത് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് earthquakeന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നത്? ഈ നായകളൊക്കെ പോലുള്ള ചില മൃഗങ്ങൾ എന്ത് ചെയ്യും? അത് പാനിക്കാവും. അപ്പോൾ ഇത് ഏത് തരം, ഇവിടെ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? earthquakeൽ ഉണ്ടാകുന്ന വേവ് ഏത് തരം സൗണ്ട് വേവുകളാണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അതെന്താണ്? സൗണ്ട് വേവ്സ് ലെസ് ദാൻ 20 ഹെർട്സ്, അതായത് 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ട് വേവ്സ് ആണ് എന്ത് ചെയ്യുന്നത്? earthquake ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിക്കും മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ഒരു ഡെസിബൽ ക്വാളിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സൗണ്ടുകൾ മാത്രമേ എന്ത് ചെയ്യും? ഒരു മനുഷ്യനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് താഴെയോ അതിന് മുകളിലോ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യില്ല, നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല ആ സൗണ്ട് വേവ്. സൗണ്ട് വേവ് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. ഒന്ന് പിച്ചാണ്. പിച്ച്, അതേപോലെ ലൗഡ്നെസ്, ടോൺ ക്വാളിറ്റി. അപ്പോൾ ലൗഡ്നെസ്, പിച്ച് എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട് ഈസ് ഹൗ ഹൈ ഓർ ലോ. അപ്പോൾ ഇവിടെ പിച്ച് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി റിലേറ്റഡ് ഹൗ യു പെർസീവ് ഫ്രീക്വൻസി. അപ്പോൾ പിച്ച്, നിങ്ങൾ ക്വസ്റ്റ്യൻ പിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസറിലൂടെ ഫ്രീക്വൻസി ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫ്രീക്വൻസിയാണ് ശരിക്കും പിച്ച് എന്ന് പറയുന്നത്. അതുപോലെ ലൗഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ലൗഡ്നെസ്സും ആംപ്ലിറ്റ്യൂഡും തമ്മിൽ അവിടെ എന്ത് ചെയ്യുക? ഒരു കണക്ഷൻ കൊടുക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി റീസെൻ്റ്ലി ലിഫ്റ്റഡ് ദി ബാൻ അഗെയിൻസ്റ്റ് കാർ ഡ്രൈവിംഗ് ബൈ വുമൺ. അതായത് സൗദി അറേബ്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മുമ്പ് സ്ത്രീകൾ കാർ ഓടിക്കുന്നതിനെ, ഡ്രൈവ് ചെയ്യുന്നതിനെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗദി അറേബ്യയാണ് അതിൻ്റെ ആൻസർ. അത് 2019 ആ എക്സാം നടക്കുന്ന ആ ടൈമിലുള്ള കറണ്ട് അഫെയറിൽ ചോദിച്ചതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഗഗൻയാൻ? ഗഗൻയാൻ എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റാണ്. അതായത് മനുഷ്യനെ എന്ത് ചെയ്യുന്നത്? ചന്ദ്രനിലെത്തിക്കാൻ വേണ്ടിയിട്ട്, ഹ്യൂമൻ അതായത് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന, സ്പേസിലെത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇന്ത്യയുടെ പ്രോഗ്രാമാണ്. അതായത് 2022 മനുഷ്യനെ സ്പേസിലെത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഗഗൻയാൻ. നമുക്കിപ്പോൾ ഇതുവരെ നടന്ന ഒന്ന് മംഗൾയാനും അതേപോലെ ചന്ദ്രയാനുമാണ്. ഓക്കെ, അത് ഓർമ്മിക്കുക. ചന്ദ്രയാൻ 3 മംഗൾയാൻ എന്താണ്? മാർസുമായിട്ടാണ്. വിച്ച് among the following state has the credit of first state to provide digitally signed ലാൻഡ് റെക്കോർഡ് റെസിപ്റ്റ്? അതായത് ഡിജിറ്റലി സൈൻഡ് ആയിട്ടുള്ള ലാൻഡ് റെക്കോർഡ്സ് എന്ത് ചെയ്യുന്ന കൊടുക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റായി മാറിയത് ഏതാണ്? മഹാരാഷ്ട്രയാണ്. അത് കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് ഡിജിറ്റൽ സ്റ്റേറ്റാണ് എന്ത്? കേരള. 34ാമത്തെ ക്വസ്റ്റ്യൻ. വില്ലേജ് റോക്ക് സ്റ്റാർസ്, ദ ഫിലിം വിച്ച് വൺ മെനി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അവാർഡ്സ് ആൻഡ് മെയ്ഡ് ഓസ്കാർ എൻട്രി ഫോർ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം ഈസ് ഒറിജിനലി ക്രിയേറ്റഡ് ഇൻ. അപ്പോൾ വില്ലേജ് റോക്ക് സ്റ്റാർ എന്നത് ഏത് ലാംഗ്വേജിൽ ക്രിയേറ്റ് ചെയ്തതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതെന്താണ്? കാംരൂപി ആസാമീസ് ലാംഗ്വേജാണ്. കാംരൂപി ആസാമീസ് ലാംഗ്വേജിലാണ് വില്ലേജ് റോക്ക് സ്റ്റാർ എന്ത് ചെയ്തിട്ടുള്ളത്? ആ സമയത്ത് ചെയ്തിട്ടുള്ളത്. അതായത് ഓസ്കാർ എൻട്രി ആയിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓസ്കാർ എൻട്രിക്ക് പോയ ഫിലിമാണ് ഏതെന്ന് പറയുന്നത്? ഗള്ളി ബോയ്സ് എന്ന് പറയുന്നത്. ഗള്ളി ബോയ്സാണ് ഇന്ത്യയിൽ നിന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ പോയിട്ടുള്ളത്. 35ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓടക്വൽ അവാർഡ് ഓഫ് 2018 ഈസ് ഗിവൺ ടു ദ ബുക്ക്. 2018 ഓടക്വൽ അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്താണ്? മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾക്കാണ് 2018 അവാർഡ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 2018 ഇനി ചോദിക്കാൻ ചാൻസ് ഇല്ല. 2019 ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ 2018 കിട്ടിയത് തന്നെ ആർക്കാണ്? EV രാമകൃഷ്ണനാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. 2019 ഓടക്വൽ അവാർഡ് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാം. N പ്രഭാകരനാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എന്താണ്? മായാമനുഷ്യർക്കാണ് എന്ത് ചെയ്യുന്നുള്ളത്? ഓടക്വൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്.
36ാമത്തെ ക്വസ്റ്റ്യൻ ആരിഫ് അൽവി സോൺ റീസെൻ്റ്ലി ആസ് പാകിസ്ഥാൻസ് ഡാഷ്ഡ് പ്രസിഡൻറ്റ്. അതായത് പാകിസ്ഥാൻ്റെ 13ാമത്തെ പ്രസിഡൻ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആരിഫ് അൽവി സത്യപ്രതിജ്ഞ ചെയ്തത്. അതേപോലെ ആരിഫ് അൽവിയുടെ പാർട്ടി ഏതാണെന്ന് നോക്കാം. പാകിസ്ഥാൻ തെഹരീക്ക് ഇൻസാഫ് എന്നാണ് ആരിഫ് അൽവിയുടെ പാർട്ടി അറിയപ്പെടുന്നത്. അടുത്ത 37 വിച്ച് വേൾഡ് ലീഡേഴ്സ് മെയ്ഡ് എ ലാൻഡ്മാർക്ക് മീറ്റിംഗ് അറ്റ് ഹെലൻസ്കി സമ്മിറ്റ് 2018. ഹെലൻസ്കി സമ്മിറ്റ് 2018 എന്താണ് ഡൊണാൾഡ് ട്രംപ് ആൻഡ് വ്ളാഡിമിർ പുടിനാണ്. റഷ്യൻ അതേപോലെ US-ൻ്റെ പ്രസിഡന്റുമാർ തമ്മിലുള്ള ഹെലൻസ്കി സമ്മിറ്റ് അതൊരു കറണ്ട് അഫെയർ ആയിരുന്നു ആ ടൈമിൽ. എനിക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ്. 38 വിച്ച് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ട്രൈബ് ഈസ് കൺസിഡേർഡ് മോർ ഐസൊലേറ്റഡ് ആൻഡ് ഹോസ്റ്റൈൽ ടു ഔട്ട്സൈഡേഴ്സ് ഇൻ ദ വെയ്ക്ക് ഓഫ് റീസെൻറ്റ് ഇവൻറ്റ്സ്. അതായത് ആൻഡമാൻ നിക്കോബാറിലെ ചില ട്രൈബ് ഏരിയാസ് എന്ത് ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ അടുത്തൊരു അമേരിക്കക്കാരൻ എന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ അവർ വധിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വിഭാഗം എന്ന് പറയുന്നത് സെൻറ്റിനൽസാണ്. നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം സെൻറ്റിനൽസിനാണ്. അപ്പോൾ അവർ അത്രയും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ട്രൈബൽ പീപ്പിളാണ് ഈ സെൻറ്റിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിലെ ഒരു ജനവിഭാഗമാണ് സെൻറ്റിനൽസ്. അപ്പോൾ ഇതിലുള്ളതൊക്കെ ഓങ്കെ ജരാവൊക്കെ എന്താണ് ആൻഡമാൻ നിക്കോബാറിലുള്ള ജനവിഭാഗങ്ങൾ തന്നെയാണ്. പക്ഷേ സെൻറ്റിനൽസ് ഇപ്പോൾ അടുത്ത് ന്യൂസിൽ വന്നതുകൊണ്ടാണ് അത് എടുത്തിട്ട് ചോദിച്ചത്. 39 ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ വേൾഡ് ടൂർ ഫൈനൽ. അതായത് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ വേൾഡ് ടൂർ ഫൈനൽ കിട്ടിയ ഫസ്റ്റ് ഇന്ത്യൻ എന്ന് പറയുന്നത് ആരാണ്? അത് PV സിന്ധു തന്നെയാണ്. PV സിന്ധുവായിട്ട് കുറച്ച് ഫാക്റ്റുകളെന്ന് പറയാം. ഫസ്റ്റ് ഫാക്ട് എന്ന് പറയുന്നത് എവിടെയാണ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാറുണ്ട്. ഹൈദരാബാദാണ്. ഹൈദരാബാദ് തെലങ്കാന. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോച്ചിൻ്റെ പേര് പുല്ലല്ല ഗോപിചന്ദ്. അപ്പോൾ അത് 2 എന്നാണ് ഇവിടെ ഇപ്പോൾ ഓർമ്മയ്ക്കാണുള്ളത്. ഇനി നമുക്കറിയാം ഇതിന് ശേഷം തന്നെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വുമൺ സിംഗിൾസിൽ മെഡൽ കിട്ടിയത് PV സിന്ധുവിനാണ്. അപ്പോൾ PV സിന്ധു ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ആരാണ്? നസോമി ഒക്കുഹാരയാണ്. എന്ത് ചെയ്യുന്നത് PV സിന്ധു തോൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഒരു ഫാക്ട് കൂടി നോക്കാം. ഈ 2019 നടന്ന വേൾഡ് ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്ന സ്ഥലവും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്താണ്? അത് ബേസലാണ്. സെൻറ്റ് ജാക്കബ്സ് ഇൻ ബേസൽ, സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ ബേസൽ ഓർമ്മിച്ച് വെക്കാം. അതാണ് വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടന്ന സ്ഥലം. 40 ജമാൽ ഖഷോഗി ദ വെൽ നോൺ ജേർണലിസ്റ്റ് ഹു വാസ് കിൽഡ് റീസെൻ്റ്ലി ഇൻ സൗദി അറേബ്യാസ് കോൺസുലേറ്റ് ഇൻ ഇസ്താംബുൾ വർക്ക്ഡ് ഫോർ. അതായത് ഈ അടുത്ത് ന്യൂസിൽ വന്നിട്ടുള്ളതായിരുന്നു ജമാൽ ഖഷോഗി എന്നുള്ള ജേർണലിസ്റ്റ്, സൗദി അറേബ്യയുടെ ജേർണലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇസ്താംബുൾ കോൺസുലേറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും കൊല്ലപ്പെടും. അത് അയാൾ വർക്ക് ചെയ്യുന്നത് ഏതാണ്? വാഷിങ്ടൺ പോസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്ത ജേർണലിസ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ അതൊരു കറണ്ട് അഫെയർ ആണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ സെൻസസ് 2011 ദ മെയിൽ ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ. 2011 സെൻസസ് പ്രകാരം മെയിൽ ലിറ്ററസി റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് 82.14 ആണ്. ഈ സെൻസസ് 2011 കുറച്ച് ഫാക്ട്സ് ഞാൻ പറയാം, ഒന്ന് നോക്കാം. സെൻസസ് 2011 എന്ന് പറയുന്നത് 15ാമത്തെ സെൻസസാണ്. 15ാമത്തെ സെൻസസാണ് 2011 നടന്ന് ഇപ്പം കഴിഞ്ഞത്. ഇനി 2011 സെൻസസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? കാസ്റ്റ് കൗണ്ട് ചെയ്ത ഒരു സെൻസസ് കൂടിയായിരുന്നു അത്. പക്ഷേ അതിന് മുമ്പ് കൗണ്ട് ചെയ്ത കാസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം കാസ്റ്റുകൾ വിവിധ ജാതികളെ എത്ര പേരുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ആയിരുന്നു. EMSൻ്റെ ഭരണകാലത്ത് 1968 എന്ത് ചെയ്യുന്നുണ്ട് അത് സെൻസസ് നടത്തുന്നുണ്ട്. അപ്പോൾ ദ സെൻസസ് വാസ് ടേംഡ് സോഷ്യോ എക്കണോമിക് സർവേ ഓഫ് 1968. അത് എന്താണ് കേരളം നടത്തിയതാണ്. 1971 അത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യോ എക്കണോമിക് സർവേ കേരളം ഫസ്റ്റ് നടത്തിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1968 EMSൻ്റെ മന്ത്രിസഭ. അത് ജസ്റ്റ് ഓർമ്മിച്ച് നോക്കാം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ സെൻസസിൻ്റെ രജിസ്ട്രാർ ജനറൽ ആരായിരുന്നു? അല്ലെ സെൻസസ് കമ്മീഷണർ. അത് CM ചന്ദ്രമൗലിയാണ്. 2011 സെൻസസിൻ്റെ രജിസ്ട്രാർ ജനറൽ അല്ല സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് CM ചന്ദ്രമൗലി. ഇനി ഇതിലുള്ള ലിറ്ററസി റേറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ അതായിരുന്നു. 74 ടോട്ടൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. അതിൽ മെയിൽ എന്ന് പറയുന്നത് 82.10 ആണ്. ഫീമെയിൽ എന്ന് പറയുന്നത് 65.46 ആണ്. ഇനി ഡെൻസിറ്റി എന്ന് പറയുന്നത് 382 പെർ കിലോമീറ്റർ സ്ക്വയറിലാണ്. അതേപോലെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 940 ഫീമെയിൽസ് പെർ
1000 മെയിൽസാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ട് കൂടി ഓർമ്മിച്ചേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യൻ. അലാങ് ഈസ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഷിപ്പ് റീസൈക്ലിംഗ് യൂണിറ്റ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. അലാങ് എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഷിപ്പ് റീസൈക്ലിംഗ്, അതായത് കപ്പൽ പൊളിക്കുന്ന ഒരു ശാലയാണ് അലാങ്. അത് സിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ് അലാങ് സിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗുജറാത്തുമായി ബന്ധപ്പെട്ട ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്ന്, സബർമതി ആശ്രമം. ഈ ഫോട്ടോയിൽ കാണുന്ന അതേ ഓർഡറിലാണ് ഇത് തന്നിരിക്കുന്നത്. സബർമതി ആശ്രമം ഗുജറാത്തിലാണ്. അതുപോലെ ഇനി എന്താണ്? സോമനാഥ് ടെമ്പിൾ, വളരെ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ടെമ്പിളായിരുന്നു സോമനാഥ് ടെമ്പിൾ. പിന്നെ റാൺ ഓഫ് കുച്ച്, പിന്നെന്താണ്? ദ്വാരകാധീഷ് ടെമ്പിൾ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതുപോലെ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈറ്റുള്ള യൂണിറ്റ് സ്റ്റാച്യു ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ലക്ഷ്മി വിലാസ് പാലസ്, ഇവയൊക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. 43. ഹൂ ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫൗണ്ടർ ഓഫ് ദ സിറ്റി ഓഫ് അമൃത്സർ. അമൃത്സർ സിറ്റി ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? ഗുരു രാംദാസ് ആണ് അതിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നു. അമൃത്സറിലാണ് ഗോൾഡൻ ടെമ്പിൾ, സിഖുകാരുടെ ഗോൾഡൻ ടെമ്പിൾ വരുന്നത് എവിടെയാണ്? ഈ അമൃത്സറിലാണ്. 44. ദ മുഗൾ പ്രിൻസസ് സെബുന്നിസ റോട്ട് ഹെയർ വർക്ക് അണ്ടർ ദി സ്യൂഡോനെയിം ഓഫ്. അതായത് മുഗൾ പ്രിൻസസ് ആയിരുന്ന സെബുന്നിസ ഏത് പേരിലാണ് അവർ പോയറ്റ്, അതായത് ഒരു പോയറ്റായിരുന്നു അവർ ഏത് പേരിലാണ് ഇത് എഴുതിയിരിക്കുന്നത്? ആ പെൻ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. മഹ്ഫിയാണ്. അവരെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. അത് ഈ സെഹ്നുന്നിസ എന്ന് പറയുന്നത് ആരുടെ? ഔറംഗസീബിൻ്റെ മകളായിരുന്നു ഈ സെഹ്നുന്നിസ. അപ്പോൾ മഹ്ഫി എന്നതായിരുന്നു അവർ പെൻ നെയിം അല്ലെങ്കിൽ സ്യൂഡോ നെയിം. 45ാമത്തെ ക്വസ്റ്റ്യൻ. ദശോളി ഗ്രാമ സ്വരാജ്യ സംഘ് ഫസ്റ്റ് എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ബൈ. അപ്പോൾ ദശോളി ഗ്രാമ സ്വരാജ്യ സംഘ് എന്നുള്ള ഒരു സംഘടനയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഫസ്റ്റ് എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് സ്റ്റാർട്ട് ചെയ്തത് ചാന്തി പ്രസാദ് ഭട്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മേധാ പട്കർ, നിങ്ങൾക്കറിയാം മേധാ പട്കർ എന്ന് പറയുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ പ്രവർത്തകയാണ് മേധാ പട്കർ. അപ്പോൾ മേധാ പട്കറുടെ ഈ ഓർഗനൈസേഷൻ കൂടി നിങ്ങൾ ഓർമ്മിച്ചേക്കണം. നാഷണൽ അലയൻസ് ഫോർ പീപ്പിൾസ് മൂവ്മെൻറ്റ്, അത് മേധാ പട്കറുടെ ഓർഗനൈസേഷനാണ്. അതേപോലെ നർമ്മദ ബച്ചാവോ ആന്തോളൻ ഓർമ്മിക്കുക, അത് മേധാ പട്കറാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇനി ഇതിലുള്ള ഓപ്ഷൻ ഡിയിലുള്ള ഒരാളുണ്ട്, സുന്ദർലാൽ ബഹുഗുണ. നമുക്ക് ഫേമസ് ആയിട്ടുള്ള ആളാണ് സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ മൂവ്മെൻറ്റ് 1973 സ്റ്റാർട്ട് ചെയ്ത ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഈ സുന്ദർലാൽ ബഹുഗുണയാണ്. 46. വിച്ച് ഈസ് ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ഇൻ ദി സ്വച്ഛ് ഭാരത് സർവേ 2018. 2018 സ്വച്ഛ് ഭാരത് സർവേ പ്രകാരം ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത് ഇൻഡോറാണ്. ഓക്കെ, 2019 എന്താണ്? ഇൻഡോർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഓർമ്മിച്ചേക്കാം. 2019 സർവേ പ്രകാരം ഇൻഡോർ തന്നെയാണ്. ഇനി സെക്കൻഡും തേർഡ് പൊസിഷൻ കിട്ടിയിരിക്കുന്ന അംബികാപൂർ ഛത്തീസ്ഗഡ് ആൻഡ് മൈസൂർ ഇൻ കർണാടക. അപ്പോൾ അംബികാപൂർ മൈസൂരാണ് സെക്കൻഡ് തേർഡ് പൊസിഷനിലുള്ളത് 2019 സർവേ പ്രകാരം. 47. ദ സ്റ്റേറ്റ് ആനിമൽ ഓഫ് സിക്കിം. സിക്കിമിൻ്റെ സ്റ്റേറ്റ് ആനിമൽ എന്ന് പറയുന്നത് എന്താണ്? റെഡ് പാണ്ടയാണ് സിക്കിമിൻ്റെ സ്റ്റേറ്റ് ആനിമൽ. അടുത്തത് 48. ദ സോഷ്യൽ റിഫോമർ പോപ്പുലർലി നൗൺ ആസ് ലിങ്കൺ ഓഫ് കേരള. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന റിഫോമർ, സോഷ്യൽ റിഫോമർ ആരാണ്? അത് പണ്ഡിറ്റ് കറുപ്പനാണ്. അയ്യങ്കാളിയാണ് എന്താണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. വാഗ്ബടാനന്ദയാണ് ഊരാളുങ്ക ലേബർ സൊസൈറ്റി സ്ഥാപിച്ചത്. 49. ഹൂ ഈസ് റിഗാർഡ് ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? മെഗസ്തനീസാണ്. മെഗസ്തനീസാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഫാദർ. അപ്പോൾ ആ മെഗസ്തനീസിൻ്റെ മെയിനായിട്ട് ഓർമ്മിക്കാനുള്ള ഒരു ബുക്കുണ്ട്, എന്താണ്? ഇൻഡിക്ക എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്? മെഗസ്തനീസ്. മെഗസ്തനീസ് എന്തായിരുന്നു? അംബാസഡർ ആയിരുന്നു, ഇന്ത്യയിലേക്കുള്ള അംബാസഡർ ആയിരുന്നു, ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു ഈ മെഗസ്തനീസ്. അപ്പോൾ മെഗസ്തനീസിൻ്റെ ബുക്ക് ഇൻഡിക്ക എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത് മെഗസ്തനീസാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? ഫാദർ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് വിളിക്കാനുള്ളൊരു കാരണം. ദ ഹൈറ്റ് ഓഫ് ദി അഗസ്ത്യകൂടം പീക്ക് ഇൻ ദി വെസ്റ്റേൺ ഘട്ട്. നമുക്കറിയാം വെസ്റ്റേൺ ഘട്ടിൽ പെടുന്ന ഒരു പീക്കാണ് അഗസ്ത്യകൂടം പീക്ക്. അപ്പോൾ അഗസ്ത്യാർകൂടം പീക്കിൻ്റെ ഹൈറ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 1868 മീറ്ററാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വെസ്റ്റേൺ ഘട്ട്സിൽ പെടുന്ന ഒന്നാണ്, ഏറ്റവും ഹയസ്റ്റ് ആണ് ആനമുടിയുടെ എലിവേഷൻ എന്തായാലും ഓർമ്മിച്ചേക്കണോ, ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. 2695 മീറ്ററാണ് ആനമുടിയുടെ
എലിവേഷൻ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഉയരം കൂടിയത്. രണ്ടാമത് വരുന്നത് ശരിക്കും മീശപ്പുലിമല തന്നെയാണ്. അപ്പോൾ മീശപ്പുലിമലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 2640 ഇനി ഈ ദോഡബട്ട ഇങ്ങോട്ട് ഓർമ്മിക്കണം. നീലഗിരിയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ് ദോഡബട്ട. അപ്പോൾ നീലഗിരിയിലെ ഹയസ്റ്റ് പോയിൻ്റ് ദോഡബട്ട എന്ന് ഓർമ്മിക്കുക. ആനമുടിയുടെ 2695, മീശപ്പുലിമല 2640. അടുത്തത് 81ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റഡി ഓഫ് ഇൻലാൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ഇൻലാൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം അതായത് ഉൾനാടൻ, പറയാം ഉൾനാടൻ അക്വാട്ടിക് എക്കോസിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡീനെ പറയുന്നതാണ് ലിംനോളജി. ഓക്കെ, പോട്ടമോളജി ആയിട്ട് എന്ത് ചെയ്യുന്നത് കൺഫ്യൂഷൻ ആയി പോയത്. പോട്ടമോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിവറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിയാണ് പോട്ടമോളജി. ഓഷ്യനോഗ്രാഫി നിങ്ങൾക്കറിയാം, ഹൈഡ്രോളജിയും ജലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഓഷ്യനോഗ്രാഫി ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 52 ദ ലാംഗ്വേജ് ബോൺ ആസ് എ റിസൾട്ട് ഓഫ് ഇൻ്റഗ്രേഷൻ ബിറ്റ്വീൻ ഹിന്ദാവി ആൻഡ് പേർഷ്യൻ. ഹിന്ദാവിയും പേർഷ്യനും കൂടിയും കമ്പൈൻ ചെയ്തിട്ട് രൂപപ്പെട്ട ഒരു ലാംഗ്വേജാണ് ഇത് ഉറുദു എന്ന് പറയുന്നത്. ഹൂ ഡിസ്കവേർഡ് ദ വിജയനഗര സൈറ്റ് ഓഫ് ഹംപി. വിജയനഗര സൈറ്റ്, ഹംപിയിലെ വിജയനഗര സൈറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് ആരാണ്? കോളിൻ മെക്കൻസിയാണ് ഹംപിയിലെ വിജയനഗര സൈറ്റ് കണ്ടുപിടിക്കുന്നത്. ജോൺ മാർഷൽ ഹാരപ്പ സൈറ്റ് ആയിട്ട് ഫേമസ് ആണ് ജോൺ മാർഷൽ. അതുപോലെ RD ബാനർജിയാണ് ഇത് ചെയ്യുന്നത് മോഹൻജദാരോ കണ്ടുപിടിക്കുന്നത്, എക്സ്കവേറ്റ് ചെയ്യുന്നത് RD ബാനർജിയാണ്. വിജയനഗര എംപയറിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാജാവാണ് കൃഷ്ണദേവരായർ എന്ന് പറയുന്നത്. 54 യുനെസ്കോ ഡിക്ലെയർഡ് സാഞ്ചി ആസ് ദി വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ ദ ഇയർ. സാഞ്ചി വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് 1989. 55 ദ ഫേമസ് ഐക്യ കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് തൃശ്ശൂർ ഇൻ 1947 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കോൺഫറൻസിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നതായിരുന്നു K. കേളപ്പനായിരുന്നു. വിച്ച് അജിറ്റേഷൻ ഡിമാൻഡിങ് ദ റൈറ്റ് ടു വോട്ട് ടു ദ ശ്രീമൂലം അസംബ്ലി ഇൻ കേരള. അതായത് ശ്രീമൂലം അസംബ്ലിയിലേക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന അജിറ്റേഷനാണ് എന്ത്? നിവർത്തന അജിറ്റേഷൻ. അതുപോലെ തന്നെ അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ഇംഗ്ലീഷിൽ അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് അറിയപ്പെടുന്നത് ഈ നിവർത്തന അജിറ്റേഷൻ തന്നെയാണ്. അതിൻ്റെ ഡേറ്റ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. 1932 എന്ത് ചെയ്യുന്നത് ഇത് നടക്കുന്നത്. 57 ദ വൈസ്രോയി ഹൂ കൺവീൻഡ് സിംല കോൺഫറൻസ്. സിംല കോൺഫറൻസ് വിളിച്ചു ചേർത്ത വൈസ്രോയി എന്ന് പറയുന്നത് വെയ്വലാണ്. 1945 വെയ്വൽ പ്ലാനും എന്ത് ചെയ്യുന്നത് 1945 തന്നെയാണ്. 58 ദ ഫസ്റ്റ് പ്രിൻറ്റഡ് ബുക്ക് ഇൻ മലയാളം ലാംഗ്വേജ്. മലയാളം ലാംഗ്വേജിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളം ലാംഗ്വേജിൽ പ്രിൻ്റ് ചെയ്യപ്പെട്ട ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? സംക്ഷേപ വേദാർത്ഥമാണ്. ഈ സംക്ഷേപ വേദാർത്ഥം പക്ഷേ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് എന്തെന്നാ കേരളത്തിൽ നിന്നല്ല. അപ്പോൾ അത് റോമിൽ നിന്നാണ്. 1772 റോമിലാണ് എന്ത് ചെയ്യുന്നത് സംക്ഷേപ വേദാർത്ഥം പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ ഇറ്റാലിയൻ പ്രീസ്റ്റായിട്ടുള്ള ക്ലമൻറ്റ് പെനിക്സസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. 59 ഗാന്ധി സ്റ്റാർട്ടഡ് ഹിസ് ദണ്ഡി മാർച്ച് ഫ്രം സബർമതി ടു ദണ്ഡി ഇൻ. അതായത് ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 12 മാർച്ച് 1930 ആണ്. 1930 മാർച്ച് 12 സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ എൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അവിടെ എത്തുന്നത് എന്ത് ചെയ്യണം? 6-ാം തീയതി ഏപ്രിൽ 6 1930 എന്ത് ചെയ്യുന്നത് അവിടെ എത്തുന്നത്. അപ്പോൾ 12 അതിൻ്റെ പകുതി 6 എന്ന് ഓർമ്മിക്കാം. ദി ഫസ്റ്റ് ഇന്ത്യൻ നാറ്റീവ് റൂളർ സൈനഡ് ദി സബ്സിഡറി അലയൻസ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ്. അപ്പോൾ സബ്സിഡറി അലയൻസ് സിസ്റ്റം സൈൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ റൂളർ എന്ന് പറയുന്നത് ആരാണ്? ഹൈദരാബാദിലെ നിസാമായിരുന്നു. ഹൈദരാബാദ് നിസാം. അപ്പോൾ ഈ വെല്ലസ്ലി കൊണ്ടുവന്ന സിസ്റ്റമാണെന്ത്? സബ്സിഡറി അലയൻസ്. അതായത് പട്ടാളക്കാരെ അവർ നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യേണ്ടി വരും? അവർ ചിലവുകൾ വഹിക്കാനോ അങ്ങനെയുള്ള റൂൾസൊക്കെ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് സബ്സിഡറി അലയൻസ്. അത് കൊണ്ടുവന്നത് വെല്ലസ്ലിയാണ്. അതേപോലെ അത് ആദ്യം സൈൻ ചെയ്തത് ഹൈദരാബാദ് നിസാമാണ്. അപ്പോൾ ഈ അതേപോലെ ലോർഡ് ഡെൽഹൌസി എന്ന് ഓർമ്മിക്കാണ്ട് എന്താണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് കൊണ്ടുവരുന്നത് ലോർഡ് ഡെൽഹൌസിയാണ്. 48 മുതൽ 56 വരെ ഗവർണർ ജനറലായിരുന്നു എന്ത് ഈ ഡെൽഹൌസി. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നതാണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്. ഈ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ആണ് മെയിൻ 1857 എന്ത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ഒരു കാരണമായിട്ട് പറയുന്നത് ഈ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ആണ്. അപ്പോൾ 61 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മൂന്നാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.